ഹായ് ഫ്രണ്ട്സ്, ഞാൻ സമദ് മുജീൻ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വ്യത്യസ്ത PDF ഫയൽസ് എങ്ങനെ മെർജ് ചെയ്യാൻ പറ്റുമെന്നതാണ്. പെട്ടെന്ന് മെർജ് ചെയ്യാൻ പറ്റാവുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. മെർജ് ചെയ്യാൻ പല വെബ്സൈറ്റുകൾ നിലവിലുണ്ട്. ചില വെബ്സൈറ്റുകൾ സ്ലോ ആയി മെർജ് ചെയ്തു തരും. ചില സൈറ്റുകൾ 2 ഫയൽ മാത്രം ഫ്രീ ആയി മെർജ് ചെയ്യുകയും കൂടുതലാണെങ്കിൽ വെബ്സൈറ്റ് സൈനപ്പ് ചെയ്യേണ്ടി വരും. സൈനപ്പ് ചെയ്താൽ ചില സൈറ്റുകൾ മെർജ് ചെയ്ത ഫയൽ നമ്മുടെ ഇമെയിലിലേക്ക് അയച്ചു തരുന്നതാണ്. മെയിൽ പെട്ടെന്ന് കിട്ടണം എന്നില്ല. പെട്ടെന്ന് മെർജ് ചെയ്ത് തരാവുന്ന ഒരു വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നു. ഈ വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്യാതെ 25ഓളം PDF ഫയൽ മെർജ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായി നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും വേണം. വെവ്വേറെ PDF ഫയൽ മെർജ് ചെയ്യുവാൻ നിങ്ങളുടെ കമ്പ്യൂട്ടർ അഥവാ ലാപ്ടോപ്പിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് PDF മെർജ് എന്ന് സെർച്ച് ചെയ്യുക. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വെബ് ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് PDF മെർജ് ചെയ്യാൻ പറ്റാവുന്നതാണ്. PDF മെർജ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ നമുക്ക് പല വെബ്സൈറ്റ് സജസ്റ്റ് നൽകുന്നതാണ്. അതിൽ ഏറ്റവും ഉത്തമമായത് I Love PDF എന്ന വെബ്സൈറ്റാണ്. I Love PDF എന്ന വെബ്സൈറ്റ് മുകളിൽ ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ആയ ശേഷം സെലക്ട് PDF ഫയൽസ് എന്ന ബട്ടൺ മുകളിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് PDF ഫയൽസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ച PDF ഫയൽസ് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. PDF ഫയൽസ് ഓപ്പൺ ആയതിനു ശേഷം പേജ് വൈസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഏത് PDF ഏത് സ്ഥലത്ത് വേണമെന്നൊക്കെ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പേജൊക്കെ സെറ്റ് ചെയ്ത ശേഷം മെർജ് PDF എന്ന ബട്ടൺ മുകളിൽ ക്ലിക്ക് ചെയ്യുക. മെർജ് ചെയ്തതിനു ശേഷം ഡൗൺലോഡ് മെർജ്ഡ് PDF എന്ന ബട്ടൺ കാണും. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും PDF മെർജ് ചെയ്യാൻ പറ്റും. അതിൽ പ്രത്യേക ദിവസമൊന്നുമില്ല. കമ്പ്യൂട്ടർ ലാപ്ടോപ്പിൽ എങ്ങനെ PDF മെർജ് ചെയ്തോ അതേ സെയിം പ്രൊസീജിയറാണ്. ഈ വീഡിയോ കണ്ടതിൽ നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.